നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ബംഗാൾ ഉൾക്കടലിൽ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് ആന്ധ്ര തീരത്തിനകലെയാണ് ന്യൂനമർദ്ദം. തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലർട്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്ക്. കാസർഗോഡ് മിന്നലേറ്റ് ഒരു മരണം. മടിക്കൈ സ്വദേശി ബാലനാണ് മരണമടഞ്ഞത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് വീണ്ടും വൻ ലഹരി വേട്ട. പുഴയ്ക്കലിലും പാലിയേക്കരയിലും MDMAയുമായി 5 യുവാക്കൾ പിടിയിൽ. പുഴയ്ക്കലിൽ നിന്ന് പിടികൂടിയത് 10 ലക്ഷം രൂപയുടെ MDMA. പാലിയേക്കരയിൽ ലഹരി വിറ്റ 2.25 ലക്ഷം രൂപ 3 അംഗ സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തു. പുഴയ്ക്കലിൽ പിടിയിലായത് കാസർഗോഡ് ഗുരുവായൂർ സ്വദേശികൾ. പാലിയേക്കരയിലെ 3 അംഗ സംഘം കല്ലൂർ നിവാസികൾ. സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം തടയാൻ കർശന നടപടിയുമായി എക്സൈസ്. സ്കൂളുകളിൽ പരിശോധന നടത്താൻ തീരുമാനം. അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേറിട്ട സമരപഥങ്ങൾ. വടക്കാഞ്ചേരി മേൽപ്പാലത്തിനു വേണ്ടി കുരിശിലേറിയും ചെളിയിൽ കുളിച്ചും പിഞ്ചുമക്കളുമായി കൂട്ടപ്രാർത്ഥന നടത്തിയും നാടിന്റെ സമരമായ എങ്കക്കാട് അക്കരപ്പാടം സ്വദേശി CD ജോർജ് ഓർമ്മയായിട്ട് 19 വർഷം. കേരള കോൺഗ്രസ് B നേതാവായിരുന്ന ജോർജിന്റെ സ്മരണകൾക്ക് മരണമില്ല. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് കിണറ്റിൽ വീണ 67കാരനെ രക്ഷപ്പെടുത്താൻ കിണറിലിറങ്ങിയ 56കാരനും കിണറ്റിൽ കുടുങ്ങി. കിഴക്കേക്കര ചാലക്കൽ റോഡിലാണ് സംഭവം. ആൾ താമസമില്ലാത്ത വീട്ടിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ അകപ്പെട്ട 2 പേരെയും വടക്കാഞ്ചേരി അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് അധികൃതർ. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മിണാലൂർ ബൈപ്പാസിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറി നിരങ്ങി നീങ്ങി അപകടം. ബൈക്ക് യാത്രികനായ യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഗ്യാസ് സിലിണ്ടറുമായി പോയിരുന്ന ലോറിയുടെ അടിയിൽ കുടുങ്ങിയ യുവാവിന് ഗുരുതര പരിക്ക്. കുണ്ടന്നൂർ സ്വദേശിയുടെ കാലിലൂടെ ലോറി കയറിയിറങ്ങിയതായി ദൃക്സാക്ഷികൾ. വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപണം. ബംഗളൂരുവിൽ പഴയന്നൂർ സ്വദേശിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിനു നേരെ ആക്രമണം. IT മേഖലയിൽ ജോലി ചെയ്യുന്ന അഖിൽ സാബുവിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണം നടന്നത്. കാർ അടിച്ചു തകർത്തു. ബൊമ്മസാന്ദ്ര സ്വദേശിയായ അഭിഭാഷകൻ ജഗദീഷിനെതിരെ പോലീസ് കേസ്. സർജാപുരയിൽ വെച്ചായിരുന്നു ആക്രമണം. അഭിഭാഷകന്റെ പരാതിയിൽ അഖിലിനെതിരെയും കേസെടുത്തു. കരിവന്നൂർ കള്ളപ്പണ കേസ്. ED കസ്റ്റഡിയിലെടുത്ത മുഴുവൻ രേഖകളും വിട്ടുകിട്ടണമെന്ന് ക്രൈംബ്രാഞ്ച്. തൃശൂർ യൂണിറ്റ് കൊച്ചി PMLA കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ നിലപാട് വ്യക്തമാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ED. കേസ് ഈ മാസം 30ലേക്ക് മാറ്റി കോടതി. 8 മാസമായി വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്ത കൗൺസിലർക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. സംസ്ഥാനത്ത് എല്ലാ മാസവും 1-ാം തീയതിയും മദ്യം ലഭിക്കാൻ വഴിയൊരുങ്ങുന്നു. ഡ്രൈ ഡേ മാറ്റാൻ ശുപാർശ. സെക്രട്ടറി തല സമിതിയാണ് ശുപാർശ നൽകിയത്. ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നിർദ്ദേശം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 37 വർഷം മുമ്പ് പ്രസംഗിച്ച ഓട്ടുപാറയിലെ പൊതുസമ്മേളന വേദിക്ക് ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ ശക്തിസല്ലിന്റെ പേരു നൽകി
വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. 1987 പ്രസംഗിച്ച വേദിക്ക് സമീപം സ്മാരകം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനം. പ്രസിഡന്റ് PG ജയദീപാണ് സ്ഥലനാമകരണ പ്രഖ്യാപനം നടത്തിയത്. നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധി. മന്ത്രി വീണ ജോർജ് വിളിച്ചു ചേർത്ത യോഗത്തിൽ സമവായം. GST വിഷയത്തിലടക്കം ആരോഗ്യമന്ത്രി അനുകൂല നിലപാട് സ്വീകരിച്ചെന്ന് മാനേജ്മെന്റുകൾ. സർക്കാരിന് 50% സീറ്റുകൾ വിട്ടു നൽകുമെന്നും പ്രഖ്യാപനം. നഴ്സിംഗ് കൗൺസിൽ യോഗം ഈ മാസം 24-ന്. നഴ്സിംഗ് പ്രവേശനത്തിലെ പ്രതിസന്ധി അയയുന്നു. വെൽഡിംഗ് മേഖലയിലെ തൊഴിലാളികൾ വൻ പ്രതിസന്ധിയിലേക്ക്. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ വൻ പ്രക്ഷോഭ ആഹ്വാനം. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മൊബൈൽ യൂണിറ്റുകൾക്കെതിരെ നടപടി വേണമെന്നാവശ്യം. വൈദ്യുതി നിരക്ക് വർധന പിൻവലിക്കണമെന്ന് കേരള അയൺ ഫാബ്രിക്കേഷൻ എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ. കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി.